കൊച്ചു കുട്ടികളെ മുതൽ പ്രായമുള്ളവരെ വരെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന ഒന്നാണ് സിനിമ. 2 മണിക്കൂർ കൊണ്ടോ 3 മണിക്കൂർ കൊണ്ടോ കഴിയുന്ന സിനിമയുടെ പുറകിൽ മാസങ്ങളോളം വർഷങ്ങളോളം കഷ്ടപ്പെട്ട മനുഷ്യരുടെ കഥ വേറെയുമുണ്ട്. സിനിമയെ ആശ്രയിച്ച് ജീവിക്കുന്നവർ ഒരുപാടുണ്ടെങ്കിലും അതിലൊരു 30% മാത്രമേ നന്നായി ജീവിക്കുന്നുള്ളൂ എന്നാണ്. സിനിമയിൽ വന്ന് സക്സസ് ആയ ഒരുപാട് ആളുകൾ നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും സിനിമയിൽ സക്സസ് ആവാതെ പോയ ആളുകളാണ് ഏറ്റവും കൂടുതൽ. അവരുടെ വിഷമങ്ങൾ, അവരുടെ ദുഃഖങ്ങൾ നമ്മൾ അറിയുന്നില്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മല്ലു തിങ്കരജ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട ചില നടിമാരെ കുറിച്ചാണ്. ആദ്യമായി മിസ് കുമാരി. ഒരു ആദ്യകാല മലയാള ചലച്ചിത്ര അഭിനേത്രിയായിരുന്നു മിസ് കുമാരി. 1940 മുതൽ 1969 വരെയായിരുന്നു ഇവർ മലയാള സിനിമയിൽ സജീവമായി പ്രവർത്തിച്ചിരുന്നത്. 1940 സുമംഗലി മുതൽ 1963 സ്നാപക യോഹന്നാൻ വരെ 20ഓളം ചിത്രത്തിൽ ഇവർ അഭിനയിച്ചു. മിസ് കുമാരി എന്ന ത്രേസ്യാമ്മയുടെ മരണം 1969 ജൂണിലായിരുന്നു. ഇപ്പോഴും ദുരൂഹതകൾ നിറഞ്ഞിരിക്കുന്ന ഒരു മരണമാണ് കുമാരിയുടേത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. റാണി പത്മിനി. 1980കളിലെ മലയാള, തമിഴ്, കന്നഡ, തെലുങ്ക് ചിത്രങ്ങളിലെ പ്രമുഖ അഭിനേത്രിയായിരുന്നു റാണി പത്മിനി. 1981 കഥയറിയാതെ എന്ന ചിത്രത്തിലൂടെയായിരുന്നു അരങ്ങേറ്റം. അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങളിലും ഗ്ലാമറസ് വേഷങ്ങളിലും ഒരേപോലെ അവർ ശ്രദ്ധ നേടി. 1986 ഒക്ടോബർ 19 ഉച്ചകഴിഞ്ഞ് ഇവരുടെ തന്നെ ചെന്നൈയിലുള്ള വലിയ ബംഗ്ലാവിൽ 46 വയസ്സുള്ള അമ്മ ഇന്ദിരകുമാരിയുടെയും നടി റാണി പത്മിനിയുടെയും മൃതദേഹങ്ങൾ അഴുകിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. നടിയെ നെഞ്ചിൽ 17 തവണ കുത്തിക്കൊലപ്പെടുത്തി എന്നാണ് റിപ്പോർട്ടുകൾ. കേരളത്തിലും തമിഴ്നാട്ടിലും കോളക്കം സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു ഇത്. ഒപ്പം മരണത്തെ തുടർന്നുള്ള ദുരൂഹതകളും. മയൂരി. തമിഴ് സിനിമകളിൽ ശാലിനി എന്നറിയപ്പെട്ടിരുന്ന മയൂരി 1998 മുതൽ 2005 വരെ മലയാളം, തമിഴ്, കന്നഡ സിനിമകളിൽ അഭിനയിച്ച് ഒരു ഇന്ത്യൻ നടിയായിരുന്നു. സമ്മറിൻ ബദ്ലഹേം, ആകാശഗംഗ, പ്രേം പൂജാരി, സർവഭൗമ തുടങ്ങിയ ചിത്രങ്ങളിൽ പ്രധാന വേഷം ചെയ്തു. 2005 ജൂൺ 15 ചെന്നൈ അണ്ണാനഗറിൽ വീട്ടിൽ വെച്ച് മയൂരി ജീവനൊടുക്കി. മരണകാരണങ്ങളിൽ പല ദുരൂഹതകളും നിറഞ്ഞു നിന്നിരുന്നു. എന്നാൽ പിന്നീട് 22-ാം വയസ്സിൽ തൻ്റെ വ്യക്തിപരമായ കാരണങ്ങളാൽ ജീവനൊടുക്കി എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ശോഭ. ഒരു മലയാള, തമിഴ് അഭിനേത്രിയായിരുന്നു ശോഭ. അഭിനേത്രിയായിരുന്ന പ്രേമയുടെയും KP മേനോൻ്റെയും മകളായി 1963 ജനിച്ചു. തുടർന്ന് തട്ടുങ്കൽ തുറക്കപ്പെടും എന്ന തമിഴ് ചിത്രത്തിൽ ബാലതാരമായി അഭിനയത്തിൻ്റെ അരങ്ങേറ്റം കുറിച്ചു. പശി എന്ന തമിഴ് ചിത്രത്തിന് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരവും ലഭിച്ചു. ശാലിനി, തൻ്റെ കൂട്ടുകാരി, ഉൾക്കടൽ, 2 പെൺകുട്ടികൾ, ഉത്രാടരാത്രി എന്നിവയായിരുന്നു മലയാള സിനിമകൾ. 1980 മെയ് 1 തൻ്റെ 17-ാം വയസ്സിലായിരുന്നു മരണം. സംവിധായകൻ ബാലു മഹേന്ദ്രയുമായിട്ടുള്ള രഹസ്യ വിവാഹം ചെയ്ത നടി ആ ബന്ധത്തിൽ വിള്ളലുണ്ടായതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ മരണത്തിലും ദുരൂഹതകൾ ഒരുപാടുണ്ടായിരുന്നു. സിൽക്ക് സ്മിത. ഒരു തെന്നിന്ത്യൻ താരമായിരുന്നു സിൽക്ക് സ്മിത എന്ന പേരിൽ കൂടുതലായി അറിയപ്പെട്ടിരുന്ന വിജയലക്ഷ്മി. ആന്ധ്രാപ്രദേശിൽ ഏളൂർ എന്ന ഗ്രാമത്തിൽ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച സ്മിത മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക് സിനിമകൾ കൂടാതെ ബോളിവുഡ് സിനിമകളിലും അഭിനയിച്ചിരുന്നു. വണ്ടിച്ചക്രം എന്ന സിനിമയിലൂടെയായിരുന്നു സിൽക്ക് സ്മിത എന്ന പേര് ലഭിക്കുന്നത്. തുടർന്ന് സിൽക്ക് സ്മിത ഇന്ത്യയിലെ തന്നെ തിരക്കേറിയ ഒരു നടിയായി മാറി 450-ലധികം സിനിമകളിൽ അഭിനയിച്ചു. മാതകറാണിയായി വാഴ്ത്തപ്പെട്ട സിൽക്ക് സ്മിത 1996 ചെന്നൈയിലെ അപ്പാർട്ട്മെൻറ്റിൽ സീലിംഗ് ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പ്രണയനൈരാശ്യം, മദ്യപാനം, വിഷാദരോഗം എന്നിവ മൂലമാണ് ആത്മഹത്യ എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. വിജയശ്രീ. 1970കളിൽ മലയാള ചലച്ചിത്ര രംഗത്ത് സജീവമായിരുന്ന ഒരു നടിയായിരുന്നു വിജയശ്രീ. തിരുവനന്തപുരം മണക്കാട് എന്ന സ്ഥലത്തായിരുന്നു ജനനം. 1974 വണ്ടിക്കാരി തുടങ്ങി 1969 പൂജാപുഷ്പം വരെ 41 സിനിമകൾ അഭിനയിച്ചു. 1974 തൻ്റെ 21-ാം വയസ്സിൽ വിജയശ്രീ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. പ്രശസ്തനായ ഒരു നിർമ്മാതാവ് വിജയശ്രീയുടെ നഗ്നചിത്രങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തിയതോടെ ആത്മഹത്യ ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.